ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ മുതലുള്ള എൻ്റെ വിശേഷങ്ങളാണ്. രാവിലെ തന്നെ അപ്പം ചുടാനായിട്ട് മാവ് കലക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കലക്കി ചുട്ടപ്പം ഉണ്ടാക്കാൻ വേണ്ടിയാണ്. പിന്നെ കടലയാണ് കറി വയ്ക്കുന്നത്. അപ്പോൾ കടലക്കറിയൊക്കെ ഞാനിവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് വെള്ളം വറ്റിച്ചെടുത്താൽ മതി. അപ്പോൾ കറി അവിടെ ഇരുന്ന് വറ്റി വരട്ടെ. അപ്പോഴത്തേനും അപ്പം ചുടാം. അപ്പോൾ അതിനായിട്ട് ചട്ടിയിൽ എണ്ണ തൂത്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ വാഴക്കൈ വെച്ചാട്ടോ എണ്ണ തൂക്കാറ്. ഞാൻ എപ്പോഴും കാണിക്കണതാണ്. എനിക്ക് വേറെ എന്തെടുത്തിട്ട് എണ്ണ തൂത്താലും ഈ വാഴക്കൈയും വെച്ച് തൂക്കണ സുഖം കിട്ടാറില്ല കേട്ടോ. അപ്പോൾ വീണ്ടും ഞാൻ ബ്രഷൊക്കെ മാറ്റിയിട്ട് ഇത് തന്നെ എടുക്കും. ഇപ്പോൾ പിന്നെ ഇത് സ്ഥിരമാക്കി, വേറെ ഒന്നും ഞാൻ എടുക്കാൻ പോകാറില്ല. അങ്ങനെ അപ്പമൊക്കെ ഒഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ അപ്പം ഒഴിക്കുമ്പോൾ നമ്മൾ ഷേപ്പ് ചെയ്ത് ഇങ്ങനെ വട്ടത്തിൽ ചുറ്റിച്ചൊന്നും എടുക്കണ്ട, വെറുതെ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. അതിന് അങ്ങനെ തന്നെ റെഡിയായിട്ട് വന്നോളൂ. ഈ കലക്കി ചുട്ടപ്പത്തിൻ്റെ ഇതൊക്കെ ഞാൻ കാണിച്ചേക്കണതാണ് ഇതിന് മുമ്പ്. നമ്മൾ സാധാരണ വറുത്ത അരിപ്പൊടി വെച്ചിട്ടാണ് ചെയ്യണത്. ഇതിങ്ങനെ തന്നെ പച്ചരി തലേന്ന് കുതിർത്തിയിട്ട് പിറ്റേ ദിവസം അരച്ച് ചുടണവരും ഉണ്ട് കേട്ടോ. ഞാൻ അങ്ങനെ ചെയ്യാറില്ല. ഞാനിങ്ങനെ വറുത്ത അരിപ്പൊടി വെച്ചിട്ടാണ് ചെയ്യാറ്. ഇത് നമുക്ക് ഏത് കറിയുടെ കൂടെയും കോമ്പിനേഷനായിട്ട് കഴിക്കാൻ പറ്റിയ അപ്പമാണ്. ഇനി കറിയൊന്നും ഇല്ലെങ്കിൽ ഇതിലേക്ക് 2 ഉള്ളി അരിഞ്ഞിട്ട് വെറുതെ മാവിലേക്ക് ഉള്ളി അരിഞ്ഞിട്ട് കൊടുത്തിട്ട് ഇങ്ങനെ ചുട്ടെടുക്കുമ്പോഴും കറി ഇല്ലാതെ കഴിക്കാനും പറ്റും. കുറച്ച് നെയ്യ് തടവി കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് നല്ലതുമാണ്. എങ്ങനെ വേണമെങ്കിലും കഴിക്കാൻ പറ്റിയ അപ്പമാണ്. പിന്നെ അതാ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടുണ്ട്. അപ്പവും കടലയൊക്കെ റെഡിയായി, അതൊക്കെ കഴിച്ചു. പിന്നെ നോക്കുമ്പോൾ ഇന്ന് രാവിലെ നല്ലൊരു തോർന്നിട്ടുണ്ട് മഴ. അപ്പോൾ എന്നാൽ മിറ്റമൊക്കെ അടിക്കാൻ വിചാരിച്ചു. അപ്പോൾ പുറകുവശത്ത് മിറ്റം നിറയെ കരിയിലായിരുന്നു. ഇരുമ്പുള്ളിയൊക്കെ നിൽപ്പുണ്ട്. അപ്പോൾ അവിടെ മൊത്തം ഇലയായിരുന്നു. ഇത് കണ്ട് കഴിഞ്ഞ ദിവസം ഓലയൊക്കെ വെട്ടിയത് ഞാൻ കാണിച്ചില്ല. അതിൻ്റെ ആ വിറകാണ്. ഇനി അത് വെട്ടി എടുത്ത് വയ്ക്കണം. അങ്ങനെ ഈ ഭാഗമൊക്കെ അടിച്ച് ക്ലീനാക്കി കരിയില ഞാനിവിടെ കൂട്ടി വെച്ചേക്കാണ്. അപ്പോൾ ഇനി അത് വാരിക്കൊണ്ട് പോകണം. ഓലയൊക്കെ ഞാൻ വെയിൽ കൊണ്ടപ്പോൾ അതെല്ലാം എടുത്ത് ക്ലീനാക്കി മുകളിൽ കെട്ടി വെച്ചിട്ടുണ്ട് നനയാത്ത വിധത്തിൽ. പിന്നെ ബാക്കി എല്ലായിടും ഇവിടെ നനയും. നമ്മൾ ഷീറ്റൊന്നും ഇടാത്തതുകൊണ്ട് നനയാത്ത ഒരു സ്ഥലവും ഇല്ല മുറ്റത്ത്. ഇനി അതും അവിടെ നിന്ന് മാറ്റണം. പിന്നെ മീൻ കിട്ടിയിട്ടുണ്ട്. ചാളയാട്ടോ, ഞങ്ങളതിനെ ചാള എന്നാണ് പറയണത്, മത്തി എന്നൊന്നും പറയാറില്ല. പിന്നെ ഞാൻ മീനൊക്കെ ക്ലീനാക്കാൻ പോയി. അപ്പോൾ അതിന് മുമ്പായിട്ട് അരി വേവാനായിട്ട് വെച്ചിട്ടാണ് കേട്ടോ പോയത്. അപ്പോൾ മീൻ ക്ലീനാക്കി വന്നിട്ടുണ്ട്. അരി കുറച്ചുകൂടി വേവാനുണ്ട്. ആ സമയം കൊണ്ട് കറി വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു സാമ്പാർ വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് ആവശ്യമുള്ള എൻ്റെ കയ്യിലുള്ള കഷ്ണങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേനും പരിപ്പ് ഞാൻ വേവിക്കാൻ വെച്ചിട്ടുണ്ടായി. ഒരു പാത്രത്തിൽ കഷ്ണങ്ങളാണ് വേവിക്കാൻ വെച്ചേക്കുന്നത്. അങ്ങനെ പിന്നെ സാമ്പാറൊക്കെ റെഡിയാക്കി കേട്ടോ. സാമ്പാറിൻ്റെയൊക്കെ റെസിപ്പി കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. സാമ്പാർ വയ്ക്കാൻ അറിയാത്തവരാരും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ മീനൊക്കെ മസാല പുരട്ടി വെച്ചതൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചോറ് വേവായിട്ട് ഞാനത് വാർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അവിടെ തന്നെ മീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ സാമ്പാറൊന്ന് കടുക് വറുക്കാനുണ്ട്. അതിലേക്ക് കടുകും കറിവേപ്പിലയും കുറച്ച് ഉലുവയും കൂടി പൊട്ടിച്ച് ഒഴിക്കണുള്ളൂ. അങ്ങനെ സാമ്പാറിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ മീൻ ഫ്രൈ ചെയ്യാനായിട്ട് പോയി. അപ്പോൾ ഇന്ന് കിട്ടിയത് നല്ല ചാളയായിരുന്നു കേട്ടോ. അതായത് ചില സമയത്ത് കിട്ടണതിന് ഈ വിറക് കൊള്ളി പോലെ ഇരിക്കും. അതിലേക്ക് ഒന്നും ഒരു ടേസ്റ്റും ഉണ്ടാവില്ല കഴിക്കാനായിട്ട്. പക്ഷേ ഇതിപ്പോൾ മഴയൊക്കെ പെയ്തുകൊണ്ടാന്ന് തോന്നുന്നു അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായി. ചെറിയൊരു നെയ്മയൊക്കെ ഉള്ള ചാളയായിരുന്നു. അങ്ങനത്തെ മീനാണെങ്കിലാണ് ഈ ചാള ഞാൻ വാങ്ങാറുള്ളൂ. അല്ലെങ്കിൽ ഞാൻ ഇത് വേനൽക്കാലത്തൊക്കെ ഇത് വാങ്ങൽ നിർത്തും. ഞാൻ മഴക്കാലം പിടിക്കുമ്പോഴേ പിന്നെ ഇത് വാങ്ങാറുള്ളൂ. അങ്ങനെ മീൻ ഫ്രൈ ചെയ്യലൊക്കെ കഴിഞ്ഞു, ഊണൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ഒരു 3 മണിയൊക്കെ ആയിട്ടുണ്ട്. നമ്മൾ സാമ്പാർ വയ്ക്കണ സമയം മുതലേ മഴ തുടങ്ങി. ഇപ്പോൾ ഇതിങ്ങനെ തുള്ളിക്കൊരു കുടം കണക്കിന് അങ്ങനെ പെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. നല്ല മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി വൈകിട്ടത്തേക്ക് എന്തെങ്കിലും ചായക്കൊരു സ്നാക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചത് തന്നെയാണ് കുഞ്ഞിക്കലത്തപ്പം. അപ്പോൾ അത് ഇവിടെ ഇഷ്ടപ്പെട്ടു കേട്ടോ പിള്ളേർക്കൊക്കെ. അപ്പോൾ പിന്നെ ഇന്ന് അത് തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ അതിൻ്റെ മാവ് ഉണ്ടാക്കിയതൊന്നും കാണിക്കുന്നില്ല. ഞാൻ കാണിച്ചിട്ടുണ്ടല്ലോ വറുത്ത അരിപ്പൊടിയും ശർക്കരപ്പാനിയും കുറച്ച് ചോറും കൂട്ടി അരച്ചതാണ്.
ശർക്കരപ്പാനി ചൂടോടുകൂടി തന്നെ മാവിലേക്ക് ഒഴിച്ച് നമ്മൾ മിക്സ് ചെയ്തെടുത്തതാണ്. പിന്നെ തേങ്ങാക്കൊത്തും ഉള്ളിയും കൂടി വട്ടത്തിലരിഞ്ഞത് നെയ്യിൽ മൂപ്പിച്ച് അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഞാനിപ്പോൾ ഈ അപ്പം ചൂടുന്ന ചട്ടിയിൽ വെച്ചിട്ടാണ് ചുട്ടെടുക്കണത്. അങ്ങനെ കലത്തപ്പങ്ങളൊക്കെ ചുട്ടിട്ടുണ്ട്. ഇത് നമുക്കിങ്ങനെ ഈ മാവ് തന്നെ കുക്കറിലേക്ക് നെയ്യ് ഒഴിച്ചിട്ട് ആ മാവ് അങ്ങനെ തന്നെ ഒഴിച്ചിട്ട് ഒറ്റ അപ്പായിട്ട് ചുട്ടെടുക്കാം കേട്ടോ കുക്കറിൽ. ഇതിപ്പോൾ ചെറുതായിട്ട് ഓരോന്നോരോന്നായിട്ട് ചുട്ടെടുക്കണോണ്ടാണ് ഇതിനെ കുഞ്ഞു കലത്തപ്പം എന്ന് പറയണത്. കുക്കറിലാണെങ്കിൽ ഒറ്റയായിട്ട് എടുക്കുമ്പോൾ അത് കലത്തപ്പം. അങ്ങനെ ചായയൊക്കെ കുടിച്ചു. വീണ്ടും മഴ ഇങ്ങനെ തകർത്ത് പെയ്യാട്ടോ. അപ്പോൾ ഈ ഓല അടുത്ത വീട്ടിൽ തെങ്ങ് വെട്ടിയപ്പോൾ എടുത്തുകൊണ്ട് വന്നതാണ് ചൂലുണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. വീണ്ടും അടുത്ത വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം.